السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സൂറത്തുൽ ബഖറ 185. നമ്മൾ സാധാരണ എല്ലാ റമദാൻ മാസത്തിനും മുന്നോടിയായിട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് നോമ്പ് നിയമമാക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് എപ്പോഴാണ് നിയമം? അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ്. ഏതാണ് ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ? എങ്ങനെ ഇത് മനസ്സിലാവും? എത്ര ദിവസമുണ്ടത്? എണ്ണപ്പെട്ട ദിവസങ്ങൾ എത്രയാണ്? അതെങ്ങനെ മനസ്സിലാവും? അയ്യാമൻ മഅദൂദാ. അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം. അപ്പൊ അത് എണ്ണപ്പെട്ട ദിവസങ്ങൾ. എത്ര ദിവസങ്ങളാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? പറയൂ. മാസപ്പിറവി കണ്ടത് മുതൽ എത്ര ദിവസമാണ്? മാസപ്പിറവി കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് എത്ര ദിവസമാണ്? അതെങ്ങനെ മനസ്സിലാവും? മാസം കണ്ടു, ഇനി പിന്നെ മാസം കാണണമെന്ന് പറയരുത്. മാസം കണ്ടു, ഇനി എത്ര ദിവസമാണ് ഇങ്ങനെ മനസ്സിലാവും? പിന്നെയും മാസം കാണാം. ഒന്നും പോരാ. നിങ്ങൾ പരീക്ഷയിൽ തോൽക്കും. പഠിപ്പിച്ച് ഉത്തരം പറയണം, അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കും. എന്താണ് അതിന്റെ മെത്തഡോളജി? എങ്ങനെയാണ് അത് മനസ്സിലാവുക? അല്ല, പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് ഉത്തരം ശരിയാവോ? ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞ് ഇനി വേറെന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയും. അയ്യാമൻ മഅദൂദാത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എത്ര ദിവസമാകുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ തന്നെ പറയാം. അതൊരു എളുപ്പമുള്ള കേസാണ്. ഏതെങ്കിലും ഒരാൾ പറയും. ഷെഹറൊന്നും പറഞ്ഞില്ല ഇവിടെ. ഷെഹറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യാമം മഅദൂദാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ.
എന്റെ ചോദ്യം, ഇതെങ്ങനെ മനസ്സിലാവും? പിന്നെ അതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങനെ അറിയാൻ പറ്റൂല. പറയും എന്താ? അയവാ, അതാണ് ഉത്തരം. ആ ഉത്തരാണ് പറയേണ്ടത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏതോ ഒരു മലന്റെ മുകളിൽ നിന്ന് കിട്ടിയതല്ല. ഖുർആനിൽ ഒരു കാര്യം കണ്ടാൽ അത് വെച്ച് നമ്മളിങ്ങനെ എണ്ണം തുടങ്ങേണ്ട കാര്യമില്ല. ഖുർആൻ എങ്ങനെയാണ് ഇറങ്ങിയത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അൽകഫ് മുഅ്മിനോദണ്ട. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അടിമയുടെ മേൽ കിതാബ് ഇറക്കി. അപ്പൊ കിതാബ് എവിടേക്ക് ഇറക്കിയത്? അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കി. റെഡി അല്ലേ? ഇനി ആ റസൂലുള്ള എന്താ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ റസൂല് ഖുർആൻ നമുക്ക് ഓതിത്തരുന്നു, അതനുസരിച്ച് നമ്മളെ സംസ്കരിക്കുന്നു. ആ കിതാബ് നമ്മളെ പഠിപ്പിക്കുന്നു. വൽ ഹിക്മ, അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും പഠിപ്പിക്കുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആൻ എവിടെയോ ഒരു റോഡരികിൽ വെച്ച് നമുക്ക് കിട്ടിയതല്ല, ഒരു മുസ്ഹഫായിട്ട് പോലും കിട്ടിയതല്ല. എങ്ങനെയാണ് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു അത് ഇറക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഖുർആനിൽ ഒരു ആയത്ത് കാണുന്നു, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. പിന്നെ അതേതാണെന്ന് നമ്മളിങ്ങനെ ആലോചിക്കണം. പിന്നെ നമ്മൾ ഒറ്റ നോട്ടേ നോക്കണ്ടേ ഉള്ളൂ. ആ കിതാബ് ഓതി പഠിപ്പിച്ചു തന്ന ആള് എന്താ അതിനെ പറ്റി പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായാലേ നമുക്ക് ഖുർആൻ മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലായാലേ ദീന് മനസ്സിലാവുള്ളൂ. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒറ്റ വാക്ക് എന്താന്ന് വെച്ചാൽ എങ്ങനെ മനസ്സിലാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഒറ്റ വാക്ക്. അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതേതാണ്? അത് റമദാനായിക്കോ, ശവ്വാലായിക്കോ, 29 30 ഇതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മളെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്ര ദിവസം എന്നാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസമാണ് അത് പ്രാക്ടീസ് ചെയ്തത് എന്ന് പരിശോധിക്കലാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹിജ്റ കലണ്ടറിലെ ഒരു മാസക്കാലമാണ് എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മാസം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഇങ്ങനെയായിരിക്കും. 31 ദിവസം ഉണ്ടാവൂല, 28 ദിവസവും ആയിരിക്കുകയില്ല. അപ്പൊ ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. മനസ്സിലായോ? അഖീമുസ്സലാ, നിങ്ങൾ സ്വലാത്ത് നിലനിർത്തുക. എന്താ പഠിച്ചോനെ സ്വലാത്ത്? അതെങ്ങനെയാ നിലനിർത്തുക? അത് എത്ര വക്താണ്? അതിലെന്താ ചെല്ലേണ്ടത്? ആകപ്പാടെ കുത്തിരിഞ്ഞ് തപസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരമുണ്ട്. അത് നബിന്റെ പേരിലുള്ള സ്വലാത്ത് ഉണ്ട്, അല്ലെ? സ്വലാത്തുൽ അസ്ർ, സ്വലാത്തുൽ ഫജ്ർ എന്നൊക്കെ പറയുന്ന സ്വലാത്ത് ഉണ്ട്. അത് എപ്പോഴൊക്കെയാണ്? അതെങ്ങനെയാണ്? അതിലെന്താ ചെല്ലേണ്ടത്? സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ സ്വലാത്ത് നിർവഹിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിർവഹിക്കുക. ഇതാണ്.
ചില ആൾക്കാർ പറയുന്നുണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലും വാങ്ങലും ഒന്നും അല്ല, അതിന്റെ അർത്ഥം സംസ്കരണം എന്നാണ്. മനസ്സിലായോ? സംസ്കരിക്കുക സക്ക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നന്നാകുക എന്നാണ് പറയണതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ സ്വന്തം അർത്ഥം ഉണ്ടാക്കണ്ട. ആത്തൗ സക്ക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിപ്പിച്ചു തരാൻ അള്ളാഹു തആല ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ ആളെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അങ്ങോട്ട് നോക്കിയാൽ മതി. ഉസ്വത്തുൻ ഹസന, അത് ഏറ്റവും നല്ല മാതൃകയാണ്. ആ മാതൃക നമ്മളങ്ങ് സ്വീകരിച്ചാൽ മതി. ഇപ്പൊ ചില ആളുകൾ പറയുന്നു ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ മൃഗത്തെ അറുക്കലല്ല, നമ്മുടെ ഇച്ഛകളെ ബലി കഴിക്കലാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ വല്ലാണ്ട് ബേജാറായിട്ട് എന്താണ്ടില്ല, ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ ഇടങ്ങാറാകേണ്ടതില്ല. അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ആളാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഗൈഡ് ഇങ്ങനെ പണ്ട് ജീപ്പിൽ അനൗൺസ് ചെയ്ത് പോണ സമയത്ത് നോട്ടീസ് എറിയണ പരിപാടി ഇപ്പൊ കാണലില്ല. ഇപ്പൊ ഇല്ലല്ലോ, പാടില്ല. ഭയങ്കര അപകടം പിടിച്ചൊരു പണിയാണത്. കുട്ടികളൊക്കെ അത് എടുക്കാൻ പോയും അപകടമൊക്കെ പറ്റും. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ഇങ്ങനെ നിരന്തരം കാണുമായിരുന്നത് അല്ലേ. അതിന്റെ പിന്നാലെ കുട്ടികളൊക്കെ ഓടും, അങ്ങനെ എടുക്കാം. അപ്പൊ ഇങ്ങനെ പിന്നെ നാട് മുഴുവനും ഇങ്ങനെ വിതരണം ചെയ്തിട്ട് പോയതല്ല ഈ ഖുർആൻ. ഖുർആൻ എങ്ങനെയാണ്? കൃത്യമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലേക്ക്, അതും ക്രമപ്രവൃദ്ധമായിട്ട്. നാളേക്കുള്ളത് ഇന്ന് പറഞ്ഞിട്ടില്ല, ഇന്നേക്കുള്ളത് മാത്രം ഇന്ന് പറഞ്ഞ് ഓരോ നിയമം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമം തന്നെ നോമ്പിനെ കുറിച്ചുള്ള അതിന്റെ തുടക്കമാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ ഓതി വെച്ച 185 ആയത്തിലെത്തുമ്പോ അതിനൊന്നും കൂടി പൂർണ്ണത ഉണ്ടാവും, അതിലേക്ക് വരികയാണ്. അപ്പൊ ഇനി ഖുർആൻ സ്റ്റഡി സെന്ററിൽ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഒറ്റ ഉത്തരവുള്ളൂ. എന്താ അത്? ഖുർആനിൽ ഒരായത്ത് കണ്ടു, എങ്ങനെ അത് മനസ്സിലാക്കും? അങ്ങനെ മനസ്സിലാക്കും, അങ്ങനെ മനസ്സിലാക്കും. നബിചര്യയിൽ നിന്ന് മനസ്സിലാക്കും, നബിചര്യയിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ ഖുർആനിലെ സക്കാത്ത് എന്താണ്? നബി എന്താ പഠിപ്പിച്ചെന്നത് അതാണ്. ഉളുഹിയ്യത്ത് എന്താണ്? നബി പഠിപ്പിച്ചെന്നത് എന്താണോ അതാണ്. സക്കാത്ത് എന്താണ്? നബി പഠിപ്പിച്ചെന്നത് എന്തോ അതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദാഹരണം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അഖ്മി സ്വലാത്തുൽ ദിക്രി, എന്നെ ഓർമ്മിക്കാൻ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങാതി എന്ത് ചെയ്ത് നിസ്കരിക്കേണ്ട തീരുമാനിച്ചു. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അള്ളാഹനെ ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാത്തവർ വേണം നിസ്കരിച്ചോളി. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് എന്താക്കണ്ട, തീരുമാനിക്കണ്ട. ഏറ്റവും കൂടുതൽ റബ്ബിനെ ഓർമ്മയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സ്വലാത്താ നടത്തിയത്, എങ്ങനെയാ നടത്തിയത്? അതിനെക്കാട്ടിൽ അപ്പുറം നിങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ. അപ്പൊ ഇപ്പറഞ്ഞതിന്റെ മാന എന്താണ്? നിസ്കാരം കൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിക്കണം എന്നാണ്. അല്ലാണ്ട് അള്ളാഹിനെ ഓർമ്മ ഉള്ളോ നിസ്കരിക്കാൻ തിരിച്ചല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഈ വഖഫ് സ്വത്തുകളിൽ ഉള്ള എൻക്രോച്ച്മെന്റിനെ കുറിച്ചാണ് സച്ചാർ കമ്മിറ്റി പറയുന്നത്. വഖഫ് സ്വത്തുക്കൾ കയ്യേറിയതിനെ കുറിച്ച്. മെഞ്ഞാന്ന് പാർലമെന്റിൽ നിന്നുള്ള ആൾക്കാർ പറയണത് എന്താ വെച്ചാല്, മറ്റുള്ളത് കയ്യേറിയിട്ട് വഖഫ് ആക്കിയതിനെ പറ്റിയാണ്. എങ്ങനെയുണ്ട്? വഖഫ് കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താന്ന് വെച്ചാല്, വഖഫ് സ്വത്തുക്കൾ മറ്റുള്ള പലരും കയ്യേറിയതാണ്. ഇപ്പോഴുള്ള ചർച്ച മറ്റുള്ളവർ കയ്യേറിയിട്ട് വഖഫാക്കിയതാണ്. എന്നിട്ട് പിന്നെ അതാണ് പിന്നെ തെളിയിക്കേണ്ട പ്രശ്നം. മനസ്സിലായില്ലേ? അങ്ങനെ കാര്യങ്ങൾ ഉൾട്ടായിട്ട് തിരിച്ച് അവതരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരുപാട് ഉത്തരം ആവാം. പക്ഷെ ചിലത് ഒരു ഉത്തരം തന്നെ പറയാൻ തീരൂ, അതിന് കുറെ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഇതേപോലെ ഇനിയും ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കേൾക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ കയ്യിൽ വളരെ ഭദ്രമായ ഒരു ഉത്തരമുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലേ? വറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരേനോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയെ, സുന്നത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കിതാബ് നിങ്ങൾക്ക് തിരിയൂല.
തിരിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ പറയും നിസ്കാരം ഖുറാനിൽ 3 വക്തേ ഉള്ളൂ. ഖുറാൻ ഒറ്റ വക്തുമില്ല. നിങ്ങള് ഏതെങ്കിലും സമയത്ത് അത്തം തീർത്ത ആൾക്കാരായിരിക്കുമല്ലോ, ഏതെങ്കിലും നിങ്ങൾ നിസ്കാരം എന്ന് വായിച്ചോ? നിസ്കാരം എന്നുണ്ടോ ഖുറാനില്? ഇല്ല. ഖുറാനിൽ നിസ്കാരം തന്നെ ഇല്ല. ഖുറാനിലുള്ള എന്താണ്? സ്വലാത്ത് എന്നാണ്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് എങ്ങനെ തിരിയാ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഇതും ഖുറാനിലുള്ള ആയത്താണ്. അങ്ങനെ ആ പറയുന്ന സ്വലാത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്താണ് എന്നും, അഖീമുസ്സലാ എന്ന് പറയുന്ന സ്വലാത്ത് 5 നേരത്തെ സ്വലാത്താണ് എന്നും എങ്ങനെ തിരിയണം? റസൂൽ പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്, ഇത് വിശദീകരിക്കേണ്ടത്, ഇത് മാതൃക കാണിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഭദ്രമായ സാധ്യത. അങ്ങനൊക്കെ ഉണ്ട്. അതൊക്കെ ഖുർആനികമായ ശൈലിയിലുള്ള ചില സൂചനകളാണ്. അതിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ദുലൂക്കി ഷംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഖുർആനിലുള്ള സൂചനകളാണ്. ഇന്ന ആ ആയത്തുകൾ വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് സുബഹിനെ കുറിച്ചാവാം, സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇന്ന നിസ്കാരമാകാം. മനസ്സിലായല്ലേ? ഖസഖിൽ ലൈൽ എന്ന് പറയുന്നത് ഇന്ന നിസ്കാരത്തെ കുറിച്ചാകാം. അല്ലാഹു അലം എന്ന് അടിയിൽ എഴുതും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഖുർആനിൽ വന്ന എന്ന് പറയുന്നത് ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാകുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ റുക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയിട്ട് വെറും റുക്കൂ അല്ല ജമാഅത്ത് നിസ്കാരം. ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. ഫജർ, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്ന് നമുക്ക് കിട്ടിയത് എവിടുന്നാണെന്ന് വെച്ചാൽ സുന്നത്ത് നിന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നിസ്കാരം ഒറ്റൊന്നും കിട്ടൂല ഖുർആൻ. കാരണം ഖുർആൻ എന്ന് പറയുന്നതിന്റെ ശൈലി അക്കമിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ശൈലിയല്ല. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 ഖുർആനിലുണ്ടോ? എന്നാ ഈമാൻ കാര്യം ഖുർആനിലില്ലേ? ഉണ്ട്. ഇസ്ലാം കാര്യം ഖുർആനിലില്ലേ? അതുണ്ട്. ഇസ്ലാം കാര്യത്തിലെ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോമ്പ്. വേറെ കാര്യം ഷഹാദത്ത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, സക്കാത്ത് പറയുന്നുണ്ട്, ഹജ്ജ് പറയുന്നുണ്ട്. അവ ഇസ്ലാം കാര്യം 5 ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ അക്കമിട്ട് 1, 2, 3, 4 ഇങ്ങനെ പറയൂല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ തന്നെ 25 നബിമാരെ പേര് പറയുന്നുണ്ട്. ഏതെങ്കിലും അധ്യായത്തിൽ 1 ആദം, 2 ഇദ്രീസ്, 3 ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ഖുർആന്റെ രീതി അങ്ങനല്ല. ഓരോ കിതാബിനും ആ കിതാബിൻ്റെതായ രീതിയുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്ത് ഇത്ര എണ്ണാണ്, ഫർള് ഇത്ര എണ്ണാണ്, ഇതൊന്നും ഖുർആനിൽ ഉണ്ടാവില്ല. ഖുർആനിൽ ഉണ്ടാവുക എന്താണ്? ഇതിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം അനുസരിച്ച് ഇത് ഇന്നതാണ് എന്ന് കോളവും കള്ളിയും തിരിച്ച് ഇത് ഫർളാണ് ഒക്കെ പഠിപ്പിച്ചു തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ ഒരു ഖുർആൻ നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആണ്. ഖുർആൻ മനസ്സിലാക്കാൻ എന്താണ് മാർഗം? സുന്നത്ത് എന്നതാണ്. സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മറ്റേ സുന്നത്താന്ന് വിചാരിക്കരുത്. ഏത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്ന് പറയുന്ന ആ ഐച്ഛിക കാര്യങ്ങളെ കുറിച്ചല്ല. അത് നഫിൽ എന്നാണ് ശരിക്കും പറയാ. ഇത് നബിചര്യ എന്നതാണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അപ്പൊ നോമ്പിന്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാണ് ഷഹ്റു റമളാൻ, റമളാൻ മാസം. മനസ്സിലായോ? റമളാൻ മാസം, റമളാൻ മാസത്തെ പരിചയപ്പെടുത്താൻ പോവാണ്. അല്ലദീ, അതെങ്ങനെയുള്ളതാണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, ഉൻസില ഇറക്കപ്പെട്ടു, ഫീഹി അതിൽ, അൽ ഖുർആൻ എന്താണ്? ഖുർആൻ.
അപ്പൊ റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഷഅബാനിനില്ലാത്ത, ശവ്വാലിനില്ലാത്ത റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ ഇറക്കി, അല്ലേ? അൻസല ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടു, മൻസിൽ ഇറങ്ങുന്ന സ്ഥലം, ഇറങ്ങുന്ന സ്ഥലം, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, മദ്രസ ദർസെടുക്കുന്ന സ്ഥലം, മസ്റ കൃഷി ചെയ്യുന്ന സ്ഥലം. അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? മസ്അ സഈ ചെയ്യുന്ന സ്ഥലം, മതാഫ് തവാഫ് ചെയ്യുന്ന സ്ഥലം. അപ്പോ റമദാനിന്റെ പ്രത്യേകത, റമദാനിലാകുന്നു ഖുർആൻ ഇറക്കിയത്, അല്ലെങ്കിൽ ഖുർആൻ ഇറക്കി എന്നതാണ്, ഇറക്കപ്പെട്ടു എന്നതാണ് ആ റമദാനിന്റെ പ്രത്യേകത. ഇനി ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുദൻ, അത് സന്മാർഗമാകുന്നു, വഴികാട്ടിയാകുന്നു, വെളിച്ചമാകുന്നു. ലിന്നാസ്, ജനങ്ങൾക്ക്, ജനങ്ങൾക്കുള്ള സന്മാർഗമായ ഖുർആൻ ഇറക്കപ്പെട്ടതായ റമദാൻ മാസം. തിരിച്ചങ്ങോട്ടാണ് അർത്ഥം പറയാ. മലയാളത്തില് 185 അപ്പൊ എങ്ങനെയാണ്? ജനങ്ങൾക്ക് സന്മാർഗമായ ഖുർആൻ ഇറക്കപ്പെട്ടതായ റമദാൻ മാസം, അല്ലെങ്കിൽ ആ മാസമാകുന്നു റമദാൻ. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സാധനം നമ്മളൊരാൾ തന്ന് ഏൽപ്പിച്ചു വിചാരിക്കുക. അപ്പൊ നമ്മളെ സഹപാഠി IPS കിട്ടിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ സന്തോഷത്തില് നമ്മൾ ആരെടുത്തെങ്കിലും ഒരാളെടുത്ത് എന്തോ ഒരു മധുരം തന്നയച്ചു വിചാരിക്കുക. തന്നയച്ചില്ല കേട്ടോ. എന്നിട്ട് അത് ഒരാൾ ഒറ്റക്ക് നിന്നാൽ ഞാൻ എന്താ നമ്മളവനെ പറ്റി പറയാ? നമുക്കൊന്നും തരാണ്ട്. ഇനി പോട്ടെ, അങ്ങനെ നമ്മളൊന്നും പറയാൻ നമുക്ക് അറിയണില്ല, നമുക്കെന്തോ തന്നയച്ചണോന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ അദ്ദേഹം വന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ് കൊടുത്തയച്ച ഇങ്ങക്ക് കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോ, അപ്പൊ ഇത് ഒറ്റക്ക് എടുത്തോന്റെ കഥ എന്തായിരിക്കും? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അള്ളാഹ് നമ്മളടുത്ത് തന്നതാണ് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കിതാബ്. ഇതാർക്കും കാണിച്ചു കൊടുക്കാണ്ട് നമ്മളതായിട്ട് സ്വന്തം വെച്ചാല്, എല്ലാവർക്കും കൂടി അള്ളാഹ് തന്ന സാധനം സ്വന്തം വെച്ച മഹാബടക്ക് മനുഷ്യന്മാരാവും നമ്മള്. ഇത് തന്നയച്ച ആളും ശരിക്കും കിട്ടേണ്ട ആൾക്കാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു മഹ്ശറയിൽ വെച്ചിട്ടാണ് കള്ളി പൊളിയ. എല്ലാവർക്കും കൂടി കൊടുക്കാൻ നിങ്ങളടുത്ത് തന്നതാണിത്. അത് നിങ്ങൾ തന്നെ ഖുർആൻ ക്ലാസ്സിന് വരിക, നിങ്ങൾ തന്നെ കേൾക്കുക, നിങ്ങൾ തന്നെ മറന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരവകാശികളായ മൊത്തം മനുഷ്യന്മാരുടെ മുമ്പിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് പ്രശ്നം. അപ്പൊ ഖുർആൻ ഇറക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മനുഷ്യന് നൽകപ്പെട്ട വലിയ അനുഗ്രഹമാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി എന്ന് പറഞ്ഞത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ വേദം ഇല്ല എങ്കിൽ അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് കേവല ബുദ്ധി കൊണ്ട് അവന് കാര്യം തിരിഞ്ഞിട്ടൂല. ഇപ്പോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തിരിയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലേ? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് നിങ്ങളെ പറ്റി തന്നെ തിരിയുന്ന കുറെ കാര്യങ്ങൾ. പക്ഷേ അതുകൊണ്ട് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് തിരിഞ്ഞോളണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ന്യായമാകുന്നത് അതുകൊണ്ടാണ്. ഏത് കുറ്റവാളി എടുത്താലും അയാൾക്ക് ഒരു ന്യായീകരണ കഥ പറയാറുണ്ടാവും, ഞാൻ ഇങ്ങനെ ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ ബുദ്ധിക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളും. അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ഇത് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു താലക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് അടിമകൾ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവൂല.
മനസ്സിലാവൂല. അപ്പൊ അതിനെന്താ മാർഗം? അത് അള്ളാഹു പറഞ്ഞു തരണം. നമ്മള് നന്മയെയും തിന്മയും കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാത്രമുള്ള ഒരു സങ്കല്പമായിരിക്കും. നമ്മുടേതായ അനുഭവം എത്ര പെട്ടെന്ന് മാറും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, നല്ലത് ചീത്തയും ചീത്ത നല്ലതും മോശമല്ലാത്തത് വെറും മോശവും ഒക്കെ ആയി മാറി. തെറ്റ് ശരിയും ശരി തെറ്റൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും പലതും. ഇനി ഒരേ കാലത്ത് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത നന്മകളാണ്. ഒരേ കാലത്ത് തന്നെ ഒരു നാട്ടിലെ നന്മ വേറൊരു നാട്ടിലെ വലിയ തിന്മയാവും. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ഭൗതികമായ കാര്യം. പണ്ട് കല്യാണപ്പേരിലെ സിഗരറ്റ് കൊടുക്കൽ ഒരു അന്തസ്സല്ലേ? സിഗരറ്റ് ഇങ്ങനെ വിതരണം ചെയ്യാന്ന് പറയുന്നത്. ഇന്നിപ്പോ ഒരുത്തൻ കല്യാണപ്പേരിൽ 4 ആളുടെ ഒന്ന് സിഗരറ്റ് വലിച്ചാലോ ഓന്റെ അത്ര മോശം വേറെ ആരും ഉണ്ടാവില്ല. മുമ്പ് അങ്ങനെയല്ല. ഇന്നിപ്പോ സിഗരറ്റ് വലിക്കണമെന്ന് തന്നെ മെല്ലെ ബാത്റൂമിൽ പോയിട്ടോ അല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ടോ അത് ചെയ്യുള്ളൂ. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇതിങ്ങനെ കൊണ്ടു കൊടുക്കും. വരുമ്പോ പാത്രത്തിൽ വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ എടുക്കും. അപ്പോ അതിന്റെ ഒരു അവസാന കാലത്ത് ഞാനൊക്കെ കണ്ടുകണത് കൊടുക്കണം, വിതരണം ചെയ്യും. അപ്പൊ ഒരു കാലത്ത് അതെന്താണ്? ഒരു മാന്യതയാണ്, ഒരാൾ വലുതാകുന്നതിന്റെ തെളിവാണ്, ഒരുത്തനൊരു കാര്യപ്രാപ്തി ഉള്ളവനായി എന്നുള്ളൊരു തെളിവാണ് സിഗരറ്റ് വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അത് മാറി, ഇപ്പം വേറൊരു രീതിയിലാണ് അല്ലേ? അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ നന്മന്റെ തിന്മന്റെ ഒക്കെ കഥ അത്രേ ഉള്ളൂ. ഒരു കാലത്ത് നമുക്ക് നന്മയാവും, ഒരു കാലത്ത് അത് തിന്മയാവും, ഒരു കാലത്ത് മാന്യതയാവുന്നത് വേറൊരു കാലത്ത് മാന്യത അല്ലാതാവും. ഇപ്പൊ നമ്മൾ മലബാറിലൊക്കെ ആളെ ബഹുമാനിച്ചിട്ടാണ് ഇങ്ങള് എന്ന് വിളിക്കുക. തെക്കോട്ട് പോയിട്ട് ഇങ്ങള് എന്ന് വിളിച്ചാൽ ഇത്ര മോശം വേറൊന്നുമില്ല. നമ്മളെ സ്കൂളിൽ ഒരു ടീച്ചർ വന്ന അനുഭവം എനിക്ക് ഇപ്പോഴും അറിയാം. ടീച്ചർ വന്ന ആദ്യ ദിവസം തന്നെ നമ്മളെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വന്നു. അങ്ങനെ എന്തോ പറയുമ്പോൾ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് ടീച്ചറെ മുമ്പിൽ ഇങ്ങള് എന്ന് പറഞ്ഞു. ടീച്ചർക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ചു. എന്തോന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്ന് പറഞ്ഞതിന്റെ ശേഷം നമ്മൾ പറയില്ലേ നിങ്ങൾ പറഞ്ഞത് എന്തോന്ന് പറഞ്ഞു. തന്നെ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചു, വീട്ടിലൊക്കെ ഇങ്ങനെയാണോ വിളിക്കല്? ഞാൻ പറഞ്ഞു അതെ. അതോടുകൂടിയിട്ട് ടീച്ചർ വിചാരിച്ച് ഞാൻ ടീച്ചർ വീണ്ടും എന്താക്കാണ്, മോശാക്കാണ്. പക്ഷെ നമ്മൾ നിങ്ങൾ തന്നെയല്ലേ വിളിക്കുക അല്ലേ? അവർക്ക് നിങ്ങളെന്ന് വിളിക്കാൻ പാടില്ല. പിന്നെ എന്ത് വിളിക്കും? ടീച്ചർ തന്നെ വിളിക്കണം. ടീച്ചർ പറഞ്ഞത് പോലെ, അല്ലെങ്കിൽ ടീച്ചർ ഇന്നലെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ പറഞ്ഞതിനൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ നാളെ വരുമോ എന്ന് ചോദിക്കാൻ പാടില്ല. ടീച്ചർ നാളെ വരുമോ എന്നേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഒരേ സ്ഥലത്ത്, കേരളത്തിൽ തന്നെയാണ് ഇപ്പൊ ഇത് രണ്ടും. ഒരു സ്ഥലത്ത് മാന്യമല്ല. ബംഗ്ലാദേശില് പ്രധാനമന്ത്രി നാട് വിടേണ്ടി വന്നത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ്. എന്തേനാ വാക്ക്? നിങ്ങൾ മോട്ടോർ സൈക്കിള് ലോറിന്റെ ഉള്ളിൽ കുടുങ്ങിയ മാത്രമേ പത്രത്തിൽ വായിക്കുള്ളൂ. നിങ്ങളെപ്പോലുള്ളൊരു കൊമ്പർന്നോത്തിയാണ് അസീന. എന്ത് പറഞ്ഞിട്ടാ പോരേണ്ടിയെന്ന് അവസാനം ആർക്കെങ്കിലും അറിയാം? അവിടെ വമ്പിച്ച പ്രക്ഷോഭം നടന്നു, സംഗതികളൊക്കെ ഉണ്ടായി. ആ പ്രക്ഷോഭത്തെ ഇവർ ഒരു പേര് വിളിച്ചു, പ്രക്ഷോഭകാരികൾ. പറയൂ, ആർക്കെങ്കിലും അറിയാം? ഒന്നല്ല, ഒരു വാക്ക് വിളിച്ചിട്ടുണ്ട്. ജസാക്കർ എന്ന് വിളിച്ചു. ശരിക്കും ജസാക്കർ എന്ന് പറഞ്ഞാൽ വോളണ്ടിയർ എന്നാണ്, അതിനത്ര അർത്ഥമുള്ളൂ. പക്ഷേ ആ വാക്ക് പറഞ്ഞതോട് കൂടിയിട്ട് അവർ വീണ്ടും പ്രകോപിതരായത് മാത്രമല്ല, പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഒടുവിൽ രാജ്യത്തെ അഭിമുഖീകരിക്കാനുള്ളൊരു സമയം ആവശ്യപ്പെട്ടിട്ട് അതും കൂടി കിട്ടാതെ കിട്ടിയ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഇവിടേക്ക് വരേണ്ടി വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ പോവാന്നേനും വിചാരിച്ചത്. ഇവിടെ വന്നു നോക്കിയപ്പോ ഒരാൾ കെട്ടിയാൻ എനിക്ക് വേണ്ട അറിഞ്ഞ മാതിരി ബ്രിട്ടൻ പറയാണ് നേരെ ഇങ്ങോട്ടായും വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതിപ്പോ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കൂല. അപ്പൊ ഇവിടെ ഉള്ളവർക്കും പ്രശ്നമായി. 19,000-ഓളം ഇന്ത്യക്കാർ ബംഗ്ലാദേശിൽ നിലവിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് തെറ്റാൻ ഞങ്ങൾക്ക് കഴിയൂല. അപ്പൊ നമ്മൾ ദീർഘകാലത്തേക്ക് അഭയം തരാൻ പറ്റൂല എന്നുള്ള നിലപാടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി എന്താ ആയതെന്നറിയില്ല. ആ താത്ത അവിടെ ഇങ്ങനെ കഴിയാണ്.
അപ്പോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളണ്ടിയർ എന്ന അർത്ഥമുള്ള ഒരു പദമാണത്. ആ പദത്തിന് ദോഷമൊന്നുമില്ല. പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വിളിച്ചു. അത് വിളിക്കാനുള്ള കാരണം ഈ അവരുടെ പാകിസ്ഥാനുമായിട്ട് പിരിയുന്ന സമയത്ത് നടന്നിട്ടുള്ള സമരങ്ങളും, അതിനൊരു കൂട്ടർ സ്വാതന്ത്ര്യ സമരം എന്നാണ് പറയാം, വേറൊരു കൂട്ടർ വിഘടന പ്രവർത്തനം എന്നാണ് പറയാം. അത് പറയുന്ന ആൾക്കനുസരിച്ചാണ് അതൊക്കെ ഇരിക്കുക. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുമ്പോൾ വിഭജനത്തെ എതിർത്ത ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ എതിർത്തവരെ കാഫിർ എന്ന് വിളിച്ചവരും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യനെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാര് വിഭജിക്കരുത് എന്ന് പറഞ്ഞവരെ കാഫിർ എന്നാണ് വിളിക്കുക. വിഭജിക്കണം എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അപ്പം വലിയ ആൾക്കാർ. വിഭജിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരും വിഭജനത്തിന് ശേഷം പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. അങ്ങനെ പോയി നോക്കിയാല് അവരവിടെ എത്തിയാല് ഈ രാജ്യത്തിനെതിരെ പണിയെടുത്തവരെന്നാണ് അവരെ പറ്റി പിന്നെ പറയാം. ഇതാണ് ഇന്ത്യ പാക് വിഭജനത്തിന്റെ പ്രശ്നം. ഇങ്ങനെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനായിട്ട് രണ്ട് ചെവിമാതിരി ഇന്ത്യന്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താവുന്നത്? പാകിസ്ഥാനുമായിട്ട് ബംഗാളികൾക്ക് മാത്രമായ രാജ്യം വേണമെന്ന് പറയുന്നത്. അങ്ങനെ പറയരുത്, പാകിസ്ഥാൻ എന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊരു കൂട്ടർ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടര് ഈ രാജ്യം വേറെ ആവണമെന്ന് പറഞ്ഞ കൂട്ടരുടെ മുമ്പിൽ എന്തായിരിക്കും? രാജ്യദ്രോഹികളാണ്. യഥാർത്ഥത്തില് അവര് പറഞ്ഞത് എന്താണ്? രാജ്യം വിഭജിക്കരുത് എന്നാണ്. പക്ഷെ വിഭജിക്കരുത് എന്ന് പറഞ്ഞവര് വിഭജനാശയം മുന്നോട്ട് വെക്കുന്നവരുടെ മുമ്പിൽ രാജ്യദ്രോഹികളായി. പക്ഷെ വിഭജിക്കരുത് എന്ന് പറഞ്ഞത് ഫലവത്തായില്ല. രാജ്യം വിഭജിച്ചു, ബംഗ്ലാദേശ് വേറെ ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ടും ഇത് വിഭജിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാര് ആ നാട്ടിലെ രാജ്യദ്രോഹികളായി മാറി. ഇതാണ് സംഭവം. അപ്പൊ അന്നത്തെ വോളണ്ടിയർ ടീം എന്നുള്ള നിലയിൽ ജസാക്കർ എന്ന് പറയുന്ന പേരിലായിരുന്നു അവരറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവര് മാതൃരാജ്യത്തെ വെട്ടിമുറിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ രാജ്യം വേറെ വേണമെന്ന് ആവശ്യപ്പെട്ടവരുടെ കണ്ണിൽ ഇവരാരായിരിക്കും? രാജ്യദ്രോഹികളായിരിക്കും. അപ്പൊ അവിടുത്തെ സംവരണ നിയമം കൊണ്ടുവന്ന് മൊത്തം ഭരണകക്ഷികൾക്ക് മാത്രം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ ജസാക്കറിനും വേണ്ടിയിട്ടാണോ ഞാൻ നിയമം ഉണ്ടാക്കേണ്ടത് എന്ന് ആസീനെ ചോദിച്ചു. അതോടുകൂടിയിട്ട് അവിടെയുള്ള പോരാളികളെ മൊത്തം ആക്ഷേപിച്ചു, ശകാരിച്ചു എന്നതാണ് പ്രശ്നം. അതാണ് പിന്നീട് അവർക്ക് രാജ്യം വിട്ടുപോരേണ്ട സാഹചര്യം പോലും സൃഷ്ടിക്കുന്നത്. അപ്പൊ ഒരു നിർദോഷമായ ഒരു വാക്ക് സ്ഥാനം തെറ്റിപ്പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനവും ഭരണവും പോലും രാജ്യം പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ, വാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ നന്മ തിന്മകൾക്കുള്ളൊക്കെ കഥ ഇത്രേ ഉള്ളൂ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമാണ്. അടിപൊളി എന്ന് പറഞ്ഞാലോ? തല്ല് എന്ന് പറയുന്നതല്ല അടി. അടി എന്ന് പറഞ്ഞാൽ തല്ല് പറഞ്ഞാൽ ഒന്ന് തന്നെ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശമാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. തലയും തിരിച്ചില്ല. ഒന്ന് തല്ല് പൊളി, മറ്റേത് അടി പൊളി. തല്ല് എന്ന് പറഞ്ഞാൽ അടി, അർത്ഥം. അപ്പൊ അർത്ഥം നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഉദ്ദേശം എങ്ങനെയാണ്? ഓനാള് തല്ലിപ്പൊളിയാ എന്ന് പറയുന്നത് ഓനാള് അടിപൊളിയാ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളുടെ ഭാഷാ പ്രയോഗങ്ങളും നന്മ തിന്മകളെ കുറിച്ചുള്ള വിചാരവും ഒക്കെ എന്താണ്? നമ്മുടെ ബുദ്ധി അനുസരിച്ച് നന്നാവാം, മോശമാവാം, ചീത്തയാവാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം നടത്തിയവർ രാജ്യദ്രോഹികളാണ് അവരുടെ കണ്ണില്. അങ്ങനെയാണ് ഭഗത് സിംഗിനെ ഉൾപ്പെടെ തൂക്കിക്കൊന്നത്. പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലോ അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അവർക്ക് പെൻഷൻ കിട്ടും, അവരാദരിക്കപ്പെടും. മനസ്സിലായോ? അപ്പൊ നന്മ തിന്മകളുടെയും കുറ്റവാളി പുണ്യവാളൻ വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം കാലദേശ ഭാഷ ലിംഗ വ്യത്യാസം അനുസരിച്ച് മാറൂലേ? മാറും. അതുകൊണ്ട് മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള വേറെ ഒരു സാധനത്തിന്റെ അനിവാര്യതയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്.
അപ്പോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ, കറുത്തവൻ വെളുത്തവൻ വ്യത്യാസമില്ലാതെ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, ഇന്ത്യ പാകിസ്ഥാൻ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യന്മാർക്കും നീതി കിട്ടണമെങ്കിൽ ഇതിലൊന്നും പെടാത്തതായ ഒരു നിയമനിർമ്മാതാവ് ആവശ്യമാണ്. ആ നിയമനിർമ്മാതാവ് നിയമം നിർമ്മിച്ചാലേ എല്ലാവർക്കും നീതി ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നിയമം മറ്റവനെതിരേക്കും, മറ്റവനുണ്ടാക്കുന്ന നിയമം നമ്മക്കെതിരേക്കും. ഒരു രാജ്യത്തിന്റെ പോരാളികൾ അടുത്ത രാജ്യത്തിന്റെ എതിരാളിയായിരിക്കും, അല്ലേ? അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയേക്കാൾ വലിയ അനുഗ്രഹമാണ് ഹിദായത്ത്, കിതാബ്, വേദം. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹിദായത്താകുന്നു ഖുർആൻ. വബയ്യിനാത്ത്, അത് എന്താണ്? വിശദീകരണമാണ്, അല്ലെങ്കിൽ അത് വിവരണമാണ്. ബയ്യിനാത്ത്, നല്ല വ്യക്തതയുള്ള വിവരണമാണത്. അപ്പൊ അല്ലാഹു തആലയെ കുറിച്ച് ഒരു അവ്യക്തമായ അമൂർത്തമായ എന്തോ ഒരു സംഗതിയല്ല. അങ്ങനെയുള്ള സംഗതി നമ്മുടെ നാട്ടില് ഇതില്ലാതെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ഭൗതികന്മാര് പോലും പറയുന്നത് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പ്രകൃതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് വ്യക്തതല്ല, അത് ഇന്നതാണ് എന്നൊന്നും അവർക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു ശക്തി, എന്തോ ഒരു പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ ഒയന്നു പോണം. അതുകൊണ്ടാണ് ബയ്യിനാത്താണ് ഖുർആൻ. പക്ഷെ ഖുർആൻ അങ്ങനല്ല പറയുന്നത്. ഹുവ അല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ്, അല്ലേ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കൃത്യമായ വിവരണങ്ങൾ നൽകുന്നു. ആരാണ് അല്ലാഹു? എന്താണ് ലോകം? എന്താണ് പടപ്പുകൾ? എന്താണ് പടച്ചോന്? എന്താ പടച്ചോന്റെ ഗുണങ്ങള്? മനസ്സിലായോ? ഇങ്ങനെ ബയ്യിനാത്താണ് ഖുർആൻ. മിനൽ ഹുദ, അപ്പൊ സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. വൽ ഫുർഖാൻ, ഇത് ഉരകല്ലാണ്. ഉരകല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഉരകല്ല് കണ്ടിടങ്ങള്? അരകല്ലല്ല. സ്വർണം വരച്ചു ജ്വല്ലറിയിലൊന്നും പോവല്ലേ, അല്ലേ? കല്ല് മാറിപ്പോയ ഒരു കഥ ഉണ്ട്, നിങ്ങൾ കേട്ടണോ? കല്ല് മാറിപ്പോയ കഥ കേട്ടണോ നിങ്ങള്? കേട്ടില്ല? അൽഹംദുലില്ലാ, നിങ്ങൾ ഒന്നും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സാധ്യതയാണെന്നറിയാം. നിങ്ങളെല്ലാം കേട്ടിരുന്നെങ്കിൽ ഞാനെന്താ പറയാ? അപ്പോ പൊന്നും പീടിയെ പോയാല് ഇതിങ്ങനെ ഒരുതു. ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കണതിനനുസരിച്ച് വരുതാണ്. അങ്ങനെ വരുത്തിയിട്ട് വിൽക്കാൻ വന്ന ആളോട് പറഞ്ഞ്, ഇതത്ര പോരല്ലോ, ഒന്നുകൂടി വരുത്, അത്ര പോരല്ലോ. അപ്പൊ വിൽക്കാൻ വന്ന ആള് പോരല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അല്ല, അങ്ങനെയല്ല, ഇത് അത്ര ക്ലിയർ ഇല്ല. അപ്പാണ് ഇത് ഇവിടുന്ന് തന്നെ വാങ്ങിയാണ്. അപ്പൊ എന്താക്കൂ? ഉടനെ, എടാ നീ ഏത് കല്ലാടാ? വെള്ളി വരുത്തണ കല്ല് എടുത്തോണ്ടോന്ന്, മറ്റേ കല്ലെടുക്ക്. വെള്ളി വരുത്താൻ കല്ലൊന്നുമില്ല. ഇത് പറയല്ലാണ്ട് രക്ഷല്ല. കാരണം ഇവിടുന്ന് വാങ്ങിയതാണ്, പിന്നെ ഇത് പോരല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? അപ്പൊ കല്ല് മാറിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരുതി നോക്കിയാൽ ഇത് തിരിയും, എന്താ സാധനം, അല്ലേ? തിരിയും. അപ്പൊ ഞാൻ ജ്വല്ലറിയിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ, പോയാൽ അവിടെ മെഴുകുണ്ടാവും. വീഡിയോ തുറന്ന് ആളൊക്കെ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഈ കല്ലിൻ്റെ മുകളിലുള്ള ഇന്നലെ വരുത്തി വെച്ച മൊത്ത സാധനം ഈ മെഴുകിൻ്റെ മുകളിൽ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒപ്പിയിട്ട് അതവിടെ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ എടുത്ത് ഈ കല്ലിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചു, എന്നിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പം വിൽക്കാൻ വരുന്ന ആ സമയത്ത് വരുതും. അങ്ങനെ വരുതെന്ന് അറിഞ്ഞാൽ ഇടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും, അത് എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം ഒപ്പിയെടുക്കും. എന്നിട്ട് പിന്നെയും വെളിച്ചെണ്ണ തേച്ചിട്ട് കൊണ്ടുവരും. അവസാനം ഈ മെഴുകി എന്താക്കൂ? താഴത്തെ കണ്ടത്തിലേക്ക് ഇട്ടാലാണോ ചെയ്യാ? അല്ല, അതിൻ്റെ മുകളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോട്ടെ. അങ്ങനെ കുറെ കഥകളുണ്ട്. ഞങ്ങൾ വേറെ നിലക്ക് വന്നാൽ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാ കഥ അതിൽ.
ഇതിനാണ് ഉരകല്ല് എന്ന് പറയാം. ഇത് പൊന്നാണോ, മുക്കുകൊണ്ടാണോ, ഇത് എത്ര ക്യാരറ്റാണ്? ഇപ്പോഴാണല്ലോ 916 വന്നത്. മുമ്പ് അങ്ങനെയല്ല, 22 ക്യാരറ്റാണ്. 21 20 22 ചിലത് വാങ്ങുമ്പോൾ 21 ക്യാരറ്റ് ആയിരിക്കും, വിൽക്കുമ്പോൾ 22 ക്യാരറ്റ് ആവും. ഒരേ സാധനം തന്നെ. അതൊക്കെ തിരിയുന്ന ഒരാൾക്ക്, നമ്മൾ കല്ലുമ്മൽ വെച്ച് വെറുതെ ഒന്നും തിരിയില്ല, തിരിയുന്ന ആൾക്ക് തിരിയും. ഇതിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുക. ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പേരാണ് അൽ ഫുർഖാനുൽ അദീം, മഹത്തരമായ സത്യാസത്യ വിവേചനം. അപ്പൊ ഖുർആനിൽ ഒരു സാധനം ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സത്യമാണോ അസത്യമാണോ. അപ്പൊ നമ്മളടുത്തൊരു സത്യമുണ്ട്, ആ സത്യത്തിനനുസരിച്ചുള്ള ഒരു ഖുർആൻ തരയല്ല. നമ്മളടുത്തൊരു മുതലുണ്ട്, ആ മുതൽ എന്ത് ചെയ്യാണ്? ഖുർആനികമായിട്ട് നോക്കുകയാണ്, സത്യമാണോ അസത്യമാണോ, നന്മയാണോ തിന്മയാണോ, ധർമ്മമാണോ അധർമ്മമാണോ, നേരാണോ നെറികേടാണോ. ഈ കാര്യം എന്ത് ചെയ്യണം? ഖുർആൻ വെച്ചുകൊണ്ടാണ് പരിശോധിക്കുക. അതുകൊണ്ട് ഖുർആൻ എന്താണ്? വൽ ഫുർഖാൻ, അത് സത്യാസത്യ വിവേചനമാകുന്നു എന്നാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം പുതിയ നിയമം പറയാൻ പോവാണ്. നേരത്തെ പറഞ്ഞത് പൊതുവായിട്ട് ജനങ്ങളോട് നോമ്പിനെ പറ്റി വിളംബരം ചെയ്തതാണ്. ഇനി പുതിയ നിയമം പറയാണ്. വമൻ ഷഹിദ മിൻകുമുശ് ശഹർ, ഫമൻ, അപ്പോൾ ആര്. ഷഹിദ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷിയായി. ഷഹിദ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷിയായി. മിൻകും, നിങ്ങളിൽ ആര് സാക്ഷിയായോ, അശ്ശഹർ, ആ മാസത്തിന്. ഏത് മാസത്തിന്? റമദാൻ മാസത്തിന് സാക്ഷിയായാൽ ഫൽയസും, അപ്പോൾ അവർ നോമ്പെടുക്കട്ടെ. അപ്പൊ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ആ റമദാൻ മാസത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക. ആ സാക്ഷി എന്ന് പറഞ്ഞാൽ സന്നിഹിതനാവുക. അതായത് അതിൽ ഉണ്ടായിരിക്കുക. ഈ ഷഹിദ എന്ന് പറയുന്നത് വിപുലമായ അർത്ഥമുള്ള ഒരു പദമാണ്. ഷഹിദ എന്ന് പറഞ്ഞാൽ കാണുക എന്നർത്ഥമുണ്ട്, മനസ്സിലായോ? സാക്ഷ്യം വഹിക്കുക എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഇവിടത്തെ അർത്ഥം ഹാദിറാവുക എന്നാണ്. അപ്പോ ആരാണോ ആ റമദാൻ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് അവർ നോമ്പെടുക്കട്ടെ. ഇനി റമദാൻ മാസമായി എന്നെങ്ങനെ മനസ്സിലാവും? റമദാൻ മാസം ആയി എന്നെങ്ങനെ മനസ്സിലാവും? അതായത് സൗരവർഷവും ചന്ദ്രവർഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതൊക്കെ സൂര്യനെ ആസ്പദിച്ചുള്ളതാണ്. നമ്മുടെ കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, ലൂണാർ കലണ്ടറാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത ചന്ദ്രപ്പിറ അനുസരിച്ചാണ്. ബാലചന്ദ്രൻ, നമ്മുടെ ബാലേന്ദ്രേട്ടനല്ല, ബാലചന്ദ്രൻ ഹിലാൽ, അതിനെ ആസ്പദിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ചന്ദ്രപ്പിറ മുതൽ ചന്ദ്രപ്പിറ വരെയാണ് ഒരു മാസം. അപ്പൊ റമദാനായി എന്ന് എങ്ങനെ മനസ്സിലാവും ചോദിച്ചാൽ, ഒന്നുകിൽ ശഅബാൻ 29 ചന്ദ്രപ്പിറ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് റമദാൻ 1 എന്നാൽ ശഅബാൻ 21 ചന്ദ്രപ്പിറ കണ്ടില്ല, ശഅബാൻ 30 കണ്ടില്ല, എന്നാൽ പിന്നെ കാണണമെന്നില്ല. കാരണം 30 ഉള്ളൂ, 31 ജനുവരി 31 പോലെ ഇല്ല. അപ്പൊ 30 കണ്ടാലും കണ്ടിയില്ലെങ്കിലും പിറ്റേന്ന് 1. കണ്ണുകൊണ്ട് കാണുകയല്ലാത്ത മറ്റൊരു മാർഗവും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്നത്തെ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം കാണുക എന്നതല്ലാത്ത കണക്ക് കൂട്ടുക എന്ന് പറയുന്നൊരു സംഗതി ഇല്ല, പിൽക്കാലത്ത് വന്നതാണ്. അന്ന് കാണുക, കണ്ടാൽ അതെന്ത് ചെയ്യണം? സ്വന്തം അല്ല പരിപാടി. ഇസ്ലാമിൽ ഒന്നും സ്വന്തം അല്ല.
നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നേതൃത്വത്തെ അറിയിക്കണം. അപ്പൊ അവിടെ ഖാദി ഉണ്ടാവും, അറിയിക്കണം. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന്. കണ്ടോ, ആയിക്കോട്ടെ എന്നറിയല്ല. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന ആവശ്യമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രഖ്യാപനം നടത്തും. എന്ത്? ചന്ദ്രപ്പിറ കണ്ടിരിക്കുന്നു, അപ്പൊ റമദാനായിരിക്കുന്നു എന്ന് തീരുമാനം. ഇങ്ങനെയാണ് കാണുന്ന രീതി. പക്ഷേ കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞ ഒരു കാലമായിരുന്നു അത്. ഇപ്പൊ ഇവിടെ വന്ന് ചന്ദ്രനെ കണ്ടു എന്നുള്ള വിവരമോ തൊട്ടപ്പുറത്തൊരു നാട്ടിൽ അറിഞ്ഞോളന്നില്ല. കാരണം ഇന്നത്തെ പോലെ വാട്സപ്പ് ഇല്ല. ഇപ്പൊ എന്തുണ്ടെങ്കിലും ഉടനെ വാട്സപ്പിലിടും, എന്തും വാട്സപ്പിലിടുമല്ലോ. അതേസമയത്ത് അങ്ങനെ ഇല്ലല്ലോ അന്ന്. അപ്പൊ അതുകൊണ്ട് ആ നാട്ടിലുള്ളവർക്ക് ആ നാട്ടിൽ കണ്ടാലാണ് മനസ്സിലാവുക. നമുക്ക് തന്നെ ഹജ്ജിന് പോയി വന്ന ആളോട് ചോദിക്കലേനും എന്നേനും അവിടെ അറഫാന്ന് ബുധനാഴ്ചനും എന്നാ ഞാളൊക്കെ ഇവിടെ വ്യാഴാഴ്ച അറഫാന്നാ വിചാരിച്ചേന്ന് പറഞ്ഞു. അപ്പോ നമ്മള് മാസം കണ്ടതിനനുസരിച്ചായിരുന്നു അറഫ. ഇന്നങ്ങനല്ല. ഇന്ന് അറഫയിൽ നിൽക്കുന്നത് കാണാം, മസ്ജിദ് നബവിയിലെ ഖുത്ബ ഇവിടെ നിന്ന് തന്നെ കേൾക്കാം, എല്ലാം കാണാൻ പറ്റുന്ന സൗകര്യം. അപ്പോഴാണ് തർക്കം വന്നത്. പിന്നെ മനുഷ്യന്മാരെ ശാസ്ത്രീയമായി പുരോഗതി പ്രാപിച്ചു. ഇങ്ങനെ ഇന്ന ദിവസം കാണൂലേ എന്നതൊക്കെ ആദ്യമേ തന്നെ കണക്കിലൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു. അപ്പോ ഒരു കൂട്ടർ പറഞ്ഞു, നബിന്റെ കാലത്ത് കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കണക്ക് കൂട്ടാൻ അറിയാലോ. മാത്രമല്ല നമ്മളിപ്പോ ബാങ്കിന്റെ നേരെ ഒന്നും ഇപ്പോ നോക്കിയിട്ടല്ലല്ലോ ബാങ്ക് കൊടുക്കുന്നത്. ലോഹർ ബാങ്ക് കൊടുക്കുന്നത് സൂര്യൻ അല്പം തെറ്റിയാൽ എന്നാണല്ലോ. അല്പം തെറ്റണ ആരോ നോക്കിക്കല്ലോ? ഇല്ലല്ലോ. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബ്, അസ്തമയ ശോഭ മാഞ്ഞാൽ, അവിടെ ശോഭയാണ് അല്ലേ, ഇവിടെ ബാലേന്ദ്രനും അവിടെ ശോഭ. അസ്തമയ ശോഭ മാഞ്ഞാൽ ഇശാ, ഇങ്ങനെയാണല്ലോ. അപ്പോ ആരെങ്കിലും അസ്തമയ ശോഭ നോക്കലുണ്ടോ? കലണ്ടറിൽ നോക്കും ബാങ്ക് കൊടുക്കുന്ന ആള് അല്ലേ. അപ്പൊ ഈ കലണ്ടറിൽ ഇതെല്ലാം മുമ്പേ പ്രിന്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ കണക്ക് കൂട്ടി പ്രിന്റ് ചെയ്ത് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇതും അങ്ങനെ ചെയ്തുകൂടാ എന്നതാണ് ചോദ്യം. അപ്പോ അതുകൊണ്ട് കണക്ക് നോക്കിയിട്ട് മാസം എന്ത് ചെയ്യാം, ഉറപ്പിക്കാം എന്നൊരു കൂട്ടർ പറഞ്ഞു. പിന്നെ അത് വീണ്ടും വികസിച്ചിട്ട് പിന്നെ പറഞ്ഞു, കാണാതിരിക്കുക എന്നുള്ളതല്ലോ, ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ചന്ദ്രപ്പിറ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും പിറ സംഭവിക്കുമല്ലോ. അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയാൽ പോരെ എന്നുള്ളിടത്തേക്ക് വന്നു. അപ്പൊ മറുപക്ഷത്തിന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാല്, അത് സൂര്യന്റെ കണക്കാണ്, ഇത് ചന്ദ്രന്റെ കണക്കാണ്, രണ്ടും ഒരുപോലല്ല. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രപ്പിറ കാണുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണക്കൂട്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പൊ കാണുന്നതാണ് വേണ്ടിയത്. അല്ല, അങ്ങനെ കണ്ടാലുള്ള പ്രശ്നോ കാണാൻ കാത്തിരുന്നാലുള്ള പ്രശ്നോ നമുക്ക് ഈ ഹിജ്റ കലണ്ടർ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ഉപയോഗിക്കണമെങ്കിൽ മുഹറം 2 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 2 ഒരു കല്യാണം ഉറപ്പിച്ചു വിചാരിക്കുക. നമ്മൾ എന്നാ കല്യാണത്തിന് പോവാ? റബീഉൽ അവ്വൽ 2 എന്നാന്ന് അറിയണമെങ്കിൽ അതിന്റെ മെഞ്ഞാന്നല്ലേ തിരിയുള്ളൂ. അതിന്റെ തൊട്ട് മുമ്പത്തെ മാസം 29 അസ്തമിച്ച് ചന്ദ്രനെ കണ്ടാലല്ലേ. അപ്പൊ അതിനനുസരിച്ച് കല്യാണ ഹാള് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്നിപ്പോ നമ്മള് കല്യാണക്കത്തിൽ അറബി മാസം എഴുതുന്നത് വെറുതെ ഒരു അലങ്കാരത്തിന് എഴുതുക. ആരെങ്കിലും അത് നോക്കി കല്യാണത്തിന് പോലുണ്ടോ? അത് നോക്കി കല്യാണത്തിന് പോയാൽ ചിലപ്പം അവിടെയുള്ള ചെമ്പും കൂടി പാത്രവും ഒക്കെ എടുത്ത് വെച്ചതിന്റെ ശേഷം നമ്മളവിടെ എത്തുക. കാരണം എന്താണ്, മാസം കണ്ട് മാറിയിട്ടുണ്ടാവും, ഇവിടെ ഡേറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പം പോകാൻ നമ്മൾ ഇംഗ്ലീഷ് മാസം തന്നെ നോക്കും. മറ്റേത് നമ്മളിങ്ങനെ മാപ്പിളാരാണെന്നുള്ളവർക്ക് സഫർ എന്നൊക്കെ എഴുതി വെക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ പോരല്ലോ. ലോകത്തെവിടെയും ഡിസംബർ 15 എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമായിരിക്കുമല്ലോ. അത് ഓരോ സമൂഹം മാറുന്നതിനനുസരിച്ച് മാറുന്നില്ല. ഇതുപോലെ നമുക്ക് ഇസ്സത്തുള്ള ഒരു കലണ്ടറാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് ലോകത്ത് നിന്നും നമുക്ക് പറയാനൊരു ഡേറ്റ് കിട്ടണം.
എങ്കിൽ അതിനിങ്ങനെ കാണാനിരുന്നാൽ ശരിയാവില്ല. നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണ് വേണ്ടത് എന്ന് ഹിജറ കലണ്ടറിന്റെ വക്താക്കൾ പറയും. അങ്ങനെ ലോകത്തെല്ലാവർക്കും കൂടി ഒരു ദിവസം തന്നെ റമദാൻ ഒന്നാക്കണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തായാലും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മാസം കണ്ടനുസരിച്ച് നിങ്ങൾ നടത്തിക്കോ. നിങ്ങൾ എല്ലാവരും മാസം കണ്ടു കഴിഞ്ഞാൽ ഒമാൻ പറയും ഞങ്ങൾക്ക് നാളെ ആയിക്കോട്ടെ, നാളെ നടത്തിക്കോ. അതിനെന്താ പ്രശ്നം എന്ന് പറയും. ഈ ഒരു തർക്കം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കത്തിൽ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ കണക്ക് കൂട്ടലാണ് ശരി എന്ന് തോന്നുന്നവർ കണക്ക് കൂട്ടുകയും കാണലാണ് ശരിയെന്ന് തോന്നുന്നവർ കാണുകയും ചെയ്യുകയും സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നിപ്പും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാനുള്ള പരസ്പര മാന്യത കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദീനിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് മാസം കണ്ടെന്ന് വിചാരിക്കുക, കാലുകാർ ഉറപ്പിച്ചില്ല എന്ന് വിചാരിക്കുക. നമ്മൾ പിറ്റേന്ന് എന്ത് ചെയ്യും? പെരുന്നാൾ മാസം കണ്ടു, റമദാൻ 29 ഞാൻ മാസം കണ്ടു, കാലുകാരെടുത്ത് പോയിട്ട് പറഞ്ഞ അയാൾ അംഗീകരിച്ചില്ല, പിറ്റേന്ന് എനിക്ക് നോമ്പ് വിൽക്കാൻ പാടില്ല. കാരണം എൻ്റെ ബോധ്യമാണെന്ത്, കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാൻ കള്ളനായതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു വർത്തമാനവും കോലവും ഞാൻ പറഞ്ഞിട്ടുള്ള വിശദീകരണമൊന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യൂല, ഉറപ്പിക്കൂല. അപ്പൊ നാട്ടുകാർക്ക് നോമ്പായിരിക്കും, നാട്ടുകാർ നോമ്പ് വിൽക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നോമ്പ് വിൽക്കാൻ പറ്റൂല, കാരണം എനിക്ക് ബോധ്യമുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നോമ്പുള്ളതുപോലെ നോമ്പെടുക്കാതിരിക്കുക. നോമ്പില്ലാണ്ട് നോമ്പുള്ള പോലെ എങ്ങനെയാന്നുള്ളത് ഇവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കണ്ടാൽ നമുക്ക് തോന്നും പാവം നോമ്പ് പറ്റി വരികയാണ്, അതിന് നോമ്പൊന്നും ഉണ്ടാവില്ല. അത് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. കുട്ടികളെ മുമ്പിലെല്ലാം പോലെ കുട്ടികളും കൂടി വിചാരിക്കും പാവം ഉമ്മച്ചിക്ക് നോമ്പാണ് എന്ന്. ഉമ്മക്ക് നോമ്പൊന്നുമില്ല. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ഓൻ്റെ മുമ്പ് പോയി സിഗരറ്റ് വലിക്കുക, അവനോട് ചായ എനിക്ക് പെരുന്നാളാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. നോമ്പുള്ള പോലെ നിൽക്കാം, പക്ഷെ നോമ്പെടുക്കാനും പാടില്ല. ഇതാണ് അയാളുടെ വിധി. ഇതേ വിധി തന്നെ ഇതിൽ പ്രയോഗിക്കുക. കണക്കനുസരിച്ചിട്ട് എനിക്ക് ഇന്ന് പെരുന്നാളാകുന്നുവെങ്കിൽ ഞാൻ ഇന്ന് നോമ്പെടുക്കാതിരിക്കണം. പക്ഷെ പെരുന്നാളിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വേറെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുക എന്നാണ്. അപ്പോൾ പെരുന്നാൾ ഇന്നിപ്പം നോമ്പ് കഴിഞ്ഞാണ്, പെരുന്നാളാണെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു ദിവസം ഞാൻ നോമ്പെടുക്കാൻ പാടില്ല, പെരുന്നാളും ആഘോഷിക്കാൻ പാടില്ല. അതൊരു സസ്പെൻസ് ഡേ ആയിട്ട് വെക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന പിറ്റേ ദിവസമുണ്ട്, അന്ന് എന്ത് ചെയ്യുക? പെരുന്നാൾ ആഘോഷം. ഇതാണ് അതിൽ കാണിക്കേണ്ടുന്ന മാന്യത. ആ മാന്യത കാണിച്ചുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ആകെ മൊത്തങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നിലവിൽ സമുദായം ഇപ്പം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അൽഹംദുലില്ലാ കുറച്ച് കാലമായിട്ട് നമുക്ക് 2-3 നോമ്പും പെരുന്നാളൊന്നും ഇല്ലാത്തത്. മനസ്സിലായോ? ആവശ്യത്തിനുള്ള അഡ്ജസ്റ്റ്മെന്റ് അതിൽ വരുത്തുന്നുണ്ട്. അങ്ങനെ വരുത്താം. കാരണം ഉമ്മത്ത് ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് നോമ്പിന് തർക്കം വന്നാലും ഒരു ദിവസത്തെ തർക്കമല്ലേ ഉള്ളൂ. ഇതാകപ്പാട് റമദാനിൽ മാത്രമാണോ മാസം കാണലും കണക്കൂട്ടലും? 12 മാസത്തിനും ഇത് ബാധകല്ലേ? ഈ 12 മാസത്തിൽ 6 എണ്ണം ശരിയായി വിചാരിക്കുക, 6 എണ്ണം തെറ്റിയെങ്കിൽ അടുത്ത റമദാൻ ആകുമ്പോഴത്തെ 6 ദിവസത്തെ വ്യത്യാസം ഉണ്ടാകണ്ടേ? നിങ്ങൾ ഇത്രയും കാലമായിട്ട് 6 ദിവസത്തെ വ്യത്യാസം എവിടെ കണ്ടുകളോ? 5 ദിവസത്തെ വ്യത്യാസം കണ്ടുകളോ? ഇല്ലല്ലോ. ആകെ 2 ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ എന്താ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? അൽഹംദുലില്ലാ അതിൽ സമുദായം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ നീങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന വിഷയമാണ് ഇതൊക്കെ. അതല്ലാതെ ഒറ്റ വെട്ടിന് 2 കഷ്ണാക്കിയിട്ട് കുറെ എണ്ണം നരകത്തിൽ കുറയണം അങ്ങനൊന്നുമില്ല. കോഴിപ്പീടിയയിൽ മുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് വെട്ടിയിട്ട് എല്ലാം കൂടി പഠിച്ചിട്ടുണ്ട് കൊട്ടയിലേക്ക് ഒരു ഇടല്. ആ നടുക്കുള്ള മാത്രം ഇങ്ങോട്ട് എടുക്കും.
ഇങ്ങനെ ദീനുൽ ഇസ്ലാമിനെ ഇങ്ങനെ വെച്ചിട്ട് വെട്ടി 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 എല്ലാത്തിനെയും കൂടി പിടിച്ച് നരകത്തിൽ ഇട്ടിട്ട് അവനാൻ്റെതുമായിട്ട് പോയിട്ട് കറി വെക്കണ പരിപാടിക്കല്ല ഇസ്ലാം ദീനെന്ന് പറയാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതെപ്പം മാറും അറിയങ്ങള്. ഇതെപ്പോഴാ മാറുക? ഇത് മാറണമെങ്കിൽ നമ്മളൊരു ഉമ്മത്താവണം, നമുക്കൊരു നേതൃത്വം വേണം. ആ നേതൃത്വത്തെ എല്ലാവരും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പോഴേ ഇത് മാറുള്ളൂ, അല്ലാണ്ട് മാറൂല. നമ്മളിപ്പോൾ കൗമാണ്, തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ല, ആർക്കും ആരോടൊരു ബാധ്യതയും ഇല്ല. ഇപ്പൊ ഞാനൊരു കാളിയാണ്, എൻ്റെ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റൂലെങ്കിൽ അലിഗോയൊക്കെ ഒരു കാളിയാവും. ഞങ്ങൾ രണ്ടാൾക്കും പറ്റൂല, അവർക്ക് വേറെ കാളിയാവും, സംയുക്ത കാളിയാവും. അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മർക്കായ വേറൊരു കാളിയാവും. ഇതാണ് ഇപ്പോഴത്തെ കോലം. അങ്ങനെ ഓരോരുത്തരും കാളിയാകുന്ന അങ്ങനെയുണ്ടല്ലോ, ഓരോരുത്തരും ഇങ്ങനെ ആകുന്ന ഒരു കാലത്ത് ഇത് സഹിക്കേ രക്ഷയുള്ളൂ, അല്ലാണ്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൗമും ഉമ്മത്തും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പല പ്രാവശ്യങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇന്നലെ ഞാൻ മഞ്ചേരിയിൽ എനിക്കൊരു നിക്കാഹ് ഖുതുബ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ കോഴിക്കോട് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ രാവിലെ അവിടെ ചെന്ന് ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുന്നുണ്ട്, ഞാനും ഇരിക്കുന്നുണ്ട്, അയാളും ഇരിക്കുന്നുണ്ട്, മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങള് രണ്ടാളും രണ്ട് വഴിക്ക് പോകണം. എനിക്ക് അയാളെ അറിയില്ല, അയാൾക്ക് എന്നെ അറിയില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ പൊറാട്ട അയിലക്കറിയും പറഞ്ഞു, അയാളും പൊറാട്ട അയിലക്കറിയും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. സപ്ലയർ രണ്ടാൾക്ക് കൂടിയുള്ള പൊറാട്ട ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചു. അപ്പൊ അയാൾ വിചാരിച്ച് ഞങ്ങൾ ഒന്നിച്ചെല്ലാം. അപ്പൊ ഇത് കൊണ്ടുവച്ചപ്പോ അയാൾ ഇന്നിങ്ങനെ നോക്കുക, നമ്മളൊന്നല്ലല്ലോ, പിന്നെ നമ്മൾ രണ്ടാളെയും കൂടി പൊറാട്ട ഒരു പാത്രത്തിലായാലും എങ്ങനെയാന്നുള്ള എൽക്കിന്റെ നോക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുത്തോളിയാ, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളി, കയ്യിൽ എടുക്കണതിന് പ്രശ്നമല്ല, നിങ്ങൾ എടുത്തു. ഞാൻ അയാളെടുത്തതിന് ശേഷം ബാക്കി ഞാൻ എടുത്തു. പിന്നെ എന്റെ പേടി എന്താ അറിയോ, രണ്ടാളെയും കൂടി ബില്ലിന്റെ അടുത്തോണ്ട് തരുന്നില്ല. ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, സപ്ലയർക്ക് അറിയില്ലല്ലോ. ഒരൈലന്റ് 2 ഐലന്റ് ബില്ല് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാ അതേ സമയത്ത് നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ചൊരു യാത്ര പോവാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ കറിയും ഒരു പാത്രത്തിൽ തന്നെ സാധനം കൊണ്ടുവച്ചാലും നമ്മൾ സന്തോഷത്തോടെ അല്ലേ സ്വീകരിക്കുക. ഒരാൾ ബില്ല് കൊടുക്കാൻ പോകുമ്പോ ഞാൻ കൊടുത്തോളാന്ന് പറയല്ലേ ചെയ്യാ, അല്ലേ? പൈസ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ആണോ? അല്ല. മറ്റേ ആളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ബാധ്യതയില്ല. അപ്പൊ പിന്നെ അയാളെ പൊറോട്ട എന്റെ പ്ലേറ്റിൽ എന്തിനാന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് ഇന്നലെ നടന്ന സംഭവം. ബന്ധമുള്ളവര് പോകുമ്പോ ഞാൻ എന്റെ പൊറോട്ട പകുതി എടുത്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കൊടുക്കും. അയാൾ അയില അത് കഷ്ണം എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തരും, അല്ലേ? ഇതാണ് ഉമ്മത്തും കൗമും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരും തോന്നിയ പോലെ അങ്ങനെ പോവാണ്. ആർക്കും ആരോടും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. ആർക്കും ഇഷ്ടമുള്ളത്? എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും. ബാധ്യതകളില്ല. മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനല്ല. എങ്ങനെ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നിച്ച് യാത്ര പോകുന്ന ആളെ പോലെയാണ് വേണ്ടത്. അവരുടെ ലക്ഷ്യം ഒന്നായിരിക്കും, മഹ്റജ് പുറപ്പെടുന്ന സ്ഥലം ഒന്നായിരിക്കും, അവരുടെ മാതൃക ഒന്നായിരിക്കും, അവരുടെ മാർഗം ഒന്നായിരിക്കും, പരസ്പര ബന്ധമുണ്ടാകും, ഒരാളെ പരിഗണിക്കും, ഒരാൾക്ക് വേണ്ടെന്ന് വെക്കും. അങ്ങനെയുള്ള ഉമ്മത്ത് മുസ്ലിമ ആവുക എന്നുള്ളതാണ് ഇത്തരം തർക്കങ്ങളിൽ നിന്ന് നമുക്ക് അപകടങ്ങളില്ലാതെ എന്നാലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാരെ ബുദ്ധിയുള്ളിടത്തോളം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ അപകടകരമല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ നിയമം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. വമൻ ഖാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ. നേരത്തെ പറഞ്ഞ നിയമം കാശുള്ള ആളുകൾ ഒന്നുകിൽ നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുകയോ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെയുള്ള നിയമം അങ്ങനല്ല. ഇവിടെ എന്തായാലും നോമ്പെടുക്കണമെന്നായി. രോഗികളോ യാത്രക്കാരോ ആയ ആളുകൾക്ക് ഇവിടെ വിളവുള്ളൂ, അല്ലാത്ത എല്ലാവരും നോമ്പെടുക്കണം. നേരത്തെ അങ്ങനല്ലായിരുന്നു. നേരത്തെ ഫിദിയ കൊടുക്കാൻ കഴിവുള്ളൂ, ഫിദിയ കൊടുത്താൽ തന്നെ മതിയായിരുന്നു, നോമ്പെടുക്കണമെന്നില്ല. ഇവിടെ നിയമം പൂർണ്ണതയിലെത്തി. ആദ്യം അങ്ങനെയായിരുന്നു, ഇപ്പൊ മാറി. ഇപ്പൊ നിയമം എന്താണ്? ആരോഗ്യമുള്ള ആളുകൾ, മുഖ്യമായ ആളുകൾ, സ്ഥലത്തുള്ള ആളുകൾ
അവരെന്ത് ചെയ്തോളണം? എല്ലാവരും നോമ്പെടുക്കണം. യാത്രക്കാരായ ആളുകൾക്ക് ഇളവുണ്ട്, രോഗികൾക്ക് ഇളവുണ്ട്. പക്ഷെ അവരും എന്ത് ചെയ്യണം? മറ്റൊരു സമയത്ത് അത് നോറ്റുവീട്ടണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഇനി ഒരാൾക്ക് യാത്രയിൽ തന്നെ നോമ്പെടുക്കലാണ് അയാളുടെ സൗകര്യമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയും ആകാവുന്നതാണ്. വലിതുക്മിലുൽ ഇദ്ദത, അങ്ങനെ നിങ്ങൾ എണ്ണം തികയ്ക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് പേരിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കണം. അതാണ് റമദാൻ പൂർത്തീകരിച്ചാൽ തക്ബീർ ചൊല്ലുന്നത്. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആൻ തന്നതിന്റെ നന്ദി, ഹിദായത്ത് കിട്ടിയതിന്റെ നന്ദി, റമദാൻ മാസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിന്റെ നന്ദി, ആഫിയത്തുള്ളതിന്റെ നന്ദി, നോമ്പെടുത്തതിന്റെ നന്ദി, ഇതെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.